കൂട്ടുകാരെ, ഞങ്ങളുടെ പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി കറിക്ക് ഉള്ള മീൻ പങ്കുവയ്ക്കുകയാണ് വീട്ടിലേക്ക് പോകാനായിട്ട്. ഒരു സൈഡിൽ മുതലാളിമാരും സ്രാങ്കും എല്ലാവരുമായിട്ട് നിന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. എല്ലാം പല പല മീനാണ് കേട്ടോ. നമ്മളിതിന് നല്ല മിച്ചറെന്നാണ് ഇവിടുത്തെ ഒരു നാട്ടുവാക്കായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാ മീനിൽ നിന്നും വിറ്റതിൻ്റെ ബാലൻസ് 2-3 ഒക്കെ ആയിട്ട് പറക്കി മാറ്റിയിടും. ഇതാ ഈ കാണുന്നത് പരവക്കാരിലാണ്. ഇത് ഒരു ഐക്കൂറ നെയ്മീൻ്റെ ചെറുത്. ഇത് പൂല എന്നാണ് ഇവിടെ പറയണത്. ഇത് നങ്ക്, പടമാന്തൽ, വലിയ മാന്തൽ, കണ്ണൻ കൊഴിയാള, കണ്ണിയയില എന്ന് പറയുന്ന, അങ്ങനെ എല്ലാം ഓരോരോ ഐറ്റം വീതമുണ്ട് കേട്ടോ. ഇത് വലിയൊരു ഉറത്താണ് ജോസേട്ടനെ പൊക്കി പിടിച്ചേക്കണത്. പിന്നെ അത് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആരും എതിരഭിപ്രായം പറഞ്ഞില്ല. ഞാൻ തന്നെ എന്നെ തൊട്ടതാ സൈഡിൽ മാറി നിൽപ്പുണ്ട്. എമ്മാനുവലായിട്ട് മീൻ പങ്ക് വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ കൂട്ടത്തിൽ ഈ മീൻ ഓരോന്ന് വേർതിരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊടുത്താൽ മതി, എടുത്ത് വയ്ക്കാനും എടുക്കാനും ഒക്കെ. ഇതാണ് വിമലേട്ടൻ. നമ്മുടെ ബോട്ടിലുള്ള സകലമാന കറികളും അടിപൊളിയാക്കി തരുന്ന ഈ ഇദ്ദേഹമാണ്. ഒരു അന്യ കുക്കാണ്. ഈ ബോട്ട് ഞങ്ങൾ കെട്ടുന്ന കടവെന്ന് പറയുന്നത് കുരിപ്പുഴ പാലത്തിന് തെക്ക് വശത്തുള്ള അരവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബോട്ട് കെട്ടുന്നത്. ഞങ്ങൾ ഇവിടെ നിന്നാണ് എല്ലാ ദിവസവും കെട്ടഴിച്ച് പണിക്കുകയും വരികയും ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ ബോട്ട് കടവ്. എല്ലാവരും കായൽ ഉപജീവനമാർഗ്ഗം നോക്കുന്നവരാണ്. കടലിപ്പണിയും അതിനോടൊപ്പം തന്നെ. ഇത് ബട്ടർ ഫിഷ്, പൊന്നാരമീൻ. പണ്ട് ഇങ്ങനെയല്ല. പണ്ട് നല്ല 1.5 കിലോ 2 കിലോയ്ക്കുള്ള വലിയ വലിയ മീൻ കിട്ടുമായിരുന്നു തെക്കൻ കടലിൽ പണിക്ക് പോയാൽ. ഇപ്പോൾ പഴയ കണക്കൊന്നും കാണുന്നില്ല. ഇത് സ്രാങ്ക് മുതലാളിയാണത്. ഇത് സിനു, പുള്ളിക്കാരനും നല്ല ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ്. അടിപൊളി ഒരു ഡൈവറാണ്. നന്നായിട്ട് ബ്രീത്തൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. പുള്ളിക്കാരൻ എല്ലാ ടൈമും കരയ്ക്ക് വരുമ്പോൾ ബോട്ടിൻ്റെ പങ്കയുടെ അടി എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഇത്തവണയുണ്ട്. വള്ളക്കാരുടെ വേസ്റ്റാണിത്. ആളുമീത് ഓരോ പങ്ക് വരിച്ചു കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒരുപാടൊന്നും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയില്ല. അത്യാവശ്യം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തേക്കുള്ള കറിക്കുള്ള മീൻ. ഇത്തവണ ഒരുപാടൊന്നുമില്ല. 2 ദിവസത്തേക്കുള്ള കറിമീൻ കാണും. ഞങ്ങൾ ആളും വീതം 8 പേർക്കുള്ള പങ്കും മുതലാളിക്ക് ഒരു പങ്കും ചേർത്ത് 9 പങ്ക് വെച്ചിട്ടുണ്ട്. ഒരാൾ ഒരു തെരണ്ടി എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു. പുള്ളിയുടെ സുഹൃത്തുക്കൾ ആരോ കൊണ്ട് അവർക്ക് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കൊടുക്കും കേട്ടോ. അളവിലധികം ഒരാൾക്കൊക്കെ കൊടുക്കും. ചില സമയത്ത് അതിനും പിണക്കം ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം ഓഹരിച്ച് വെച്ച് എല്ലാം കഴിഞ്ഞ് ഇനി കവറിനകത്തോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സൈഡിൽ നിന്ന് കണക്ക് കൂട്ടൽ തീരാറായി. അതുകൊണ്ട് ഇനി ബോട്ടിലെ ബാറ്റയും ഷെയറും എല്ലാം കൂടെ മേടിക്കണം. ഇത് എൻ്റെ പങ്ക് ഞാൻ മേടിക്കുകയാണ്. കുഴപ്പമില്ല. അരി വാങ്ങാനുള്ള പൈസ കിട്ടിയിട്ടുണ്ട്. അളവിലധികമൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് ലാസ്റ്റ് മീൻ പങ്ക് വെച്ചതിൻ്റെ ബാലൻസ് വരുന്ന മിച്ചർ മീനുകളാണ്. ഇത് ഓരോ